ശ്യാമേ, പി വി അൻവർ വീണ്ടും വാർത്തകൾ നിറയുകയാണ്. ഇടക്കാലത്ത് പി വി അൻവർ മാത്രമായിരുന്നു മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട വാർത്താ താരം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വീണ്ടും അൻവർ വിസ്മൃതിയിലായ ഇലക്ഷനൊക്കെ ബൈ ഇലക്ഷനൊക്കെ കഴിഞ്ഞതോടുകൂടി അൻവറിനെ ആരും പരിഗണിക്കാതെ വീണ്ടും അൻവർ ചിത്രത്തിലേക്ക് വരുന്നു. അൻവർ തൃണമൂൽ കോൺഗ്രസ്സുകാരനായി മാറി. ഇവിടെ എങ്ങുമല്ല, സാധാരണ ഈ കൽക്കട്ടയിൽ നിന്ന് ആളുകൾ നേരെ കേരളത്തിലേക്ക് വരും, ബംഗാളികൾ എന്ന് നമ്മൾ പറയും. അൻവർ കേരളത്തിൽ നിന്ന് നേരെ ബംഗാളിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭയം, ഒരു കൊടുക്കൽ വാങ്ങൽ. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കും. പിന്നെ ഒരു വാർത്ത വരുന്നത് രാജിവെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസ്, അഥവാ ഇനി അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കും എന്നൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. എന്തായാലും അൻവറിനെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു. എന്താണ് അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? അൻവർ ഇനി ഒരു ബൈ ഇലക്ഷനൊക്കെ വന്നാൽ അവിടെ ജയിക്കുമോ? അൻവർ മത്സരിക്കത്തില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രമാദമായിട്ടുള്ളൊരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. പണ്ട് ഇദ്ദേഹം 2017 എൻ്റെ ഓർമ്മ. 2017 ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു പരാമർശം നടത്തി. പശ്ചിമഘട്ടത്തിന് മുകളിലുള്ള മഴമേഘങ്ങൾ മൂലമാണ് ജപ്പാനിൽ മഴ പെയ്യുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വാദം. ഒരുപാട് ട്രോളായി മാറിയ സാധനമാണ്. ദീർഘകാലം അത് ട്രോളായി മാറി. എന്നിട്ടും അൻവർ തിരുത്തിയില്ല, PV അൻവർ തിരുത്തിയില്ല. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ എപ്പോഴും ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ 82-ന് ശേഷം പിന്നെ നിലമ്പൂരിൽ നിന്ന് LDFന് ജയിക്കാൻ സാധിച്ചിട്ടില്ല. 2011 വരെയും 87 മുതലല്ലേ, 87 മുതൽ 2011 വരെ അവിടെ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കാൻ വന്നപ്പോഴാണ് PV അൻവറിനെ അവിടെ കൊണ്ടുവരുന്നത്, അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചപ്പോൾ LDF, അൻവറിൻ്റെ ചരിത്രം അറിയില്ല. അൻവർ ഒരു കോൺഗ്രസ്സുകാരനാണ്, KSUകാരനാണ്, യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. K. സുധാകരൻ വനം വകുപ്പ് മന്ത്രിയായിരിക്കെ അടുത്ത ബന്ധം ഈ PV അൻവറിനുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കോൺഗ്രസ് രാഷ്ട്രീയമുള്ള ഒരാളാണ് അൻവർ. ഏറനാട് മത്സരിക്കുമ്പോഴാണ് CPIയുമായിട്ട് ഒരു അടുപ്പത്തിലേക്ക് വരുന്നത്. ഏറനാട് മത്സരിക്കുന്ന സമയത്ത് ഏറനാടത്തെ LDFൻ്റെ സ്ഥാനാർത്ഥി, ഔദ്യോഗിക സ്ഥാനാർത്ഥി 4ാം സ്ഥാനം പോവുകയും CPMൻ്റെ രഹസ്യ പിന്തുണയുള്ള PV അൻവർ അവിടെ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. അതോടുകൂടിയാണ് അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ രീതിക്ക് ഒരു ഇടതുപക്ഷവുമായി അടുത്തു പോകാം എന്നൊരു നിലപാട് ഉണ്ടാകുന്നത്. പിന്നീട് അദ്ദേഹം 2016 മത്സരിക്കുന്നു, 2021 മത്സരിക്കുന്നു. 2021 അൻവറിനെ പിടിച്ചുകൊണ്ടുവന്ന് മത്സരിപ്പിച്ചെന്ന് പറയേണ്ടി വരും. അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 മാസം ആഫ്രിക്കയിലായിരുന്നു. ആഫ്രിക്കയിൽ അദ്ദേഹം ഖാനയിലെ ജയിലിലായിരുന്നു എന്ന് വരെ കഥ വന്നു. ഈ സ്വർണ്ണക്കടവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ അങ്ങനെയുള്ള ആരോപണങ്ങൾ വരെ വന്നു. പിന്നെ അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നാണ് അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിച്ചത്. അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ലായിരുന്നു നിലമ്പൂർ വീണ്ടും മത്സരിക്കാൻ. അൻവറിന് മത്സരിപ്പിക്കാനൊന്നും ഒരു താല്പര്യവുമില്ല. അൻവറിന് ഇങ്ങനെ എപ്പോഴും ഒരു പൊതുമധ്യത്തിൽ ശ്രദ്ധിക്കപ്പെട്ട് ഇങ്ങനെ നിൽക്കണം. ഇന്നും പറഞ്ഞു, ഇന്ന് രാജിവെച്ച ശേഷം പറഞ്ഞു, എനിക്ക് ഇനി മത്സരിക്കേണ്ട, നിലമ്പൂരിൽ ഞാൻ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞു. നിലമ്പൂർ മത്സരിക്കില്ല, നിലമ്പൂർ മത്സരിക്കാൻ ഇനി താല്പര്യമില്ല. പകരം ഈ മലയോര മേഖലയിലെ വന്യജീവി ജനങ്ങളുമായിട്ടുള്ള സംഘർഷം, അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി അതിന് ഏറ്റവും കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ക്രിസ്തീയ സമുദായമാണ്. അപ്പം VS ജോയി മത്സരിക്കട്ടെ എന്നൊരു നിലപാടൊക്കെ അദ്ദേഹം ഇക്കാര്യത്തിൽ എടുത്തു. അതായത് അൻവർ ഇനി മത്സര രംഗത്തേക്ക് ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ച് ഞാൻ കൽക്കട്ടയിലേക്ക് പോകും, പശ്ചിമബംഗാളിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാളിൽ പോയി TMCയുടെ നേതാക്കളുമായി ചർച്ച നടത്തിയതിന് തൊട്ടു പിന്നാലെ അവർ TMCയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഹാരം അണിയിച്ചു. TMC അവിടുന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അൻവറിന് അവിടുന്ന് നല്ലൊരു പണി കിട്ടി. അവിടുന്ന് അവരുടെ ഔദ്യോഗിക സൈറ്റിൽ ഇതിൻ്റെ ചിത്രം എടുത്തിട്ടുള്ളത്. ഔദ്യോഗിക സൈറ്റിൽ ചിത്രം എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൂൾ അനുസരിച്ച് സ്വതന്ത്ര MLA ആയിട്ടുള്ള അൻവർ മറ്റൊരു പാർട്ടിയിൽ ചേർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അയോഗ്യനാവും. സ്പീക്കർക്ക് അദ്ദേഹത്തെ അയോഗ്യനാക്കാം. സ്പീക്കർക്ക് അയോഗ്യനാക്കാൻ നോട്ടീസ് കൊടുക്കാം
എന്ന നടപടിയിലേക്ക് കടക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ CPM തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് അൻവറിന് നോട്ടീസ് നൽകണം. അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം, അതായത് പിന്നെ ഗവർണറുടെ നയപ്രഖ്യാപനം കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനം ചേരുകയാണ്. അതിനു മുമ്പ് തന്നെ അൻവർ നോട്ടീസ് മേടിക്കും. അൻവറിന് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അൻവർ നോട്ടീസ് കിട്ടിയതിൻ്റെ പേരിൽ രാജിവെച്ചു എന്ന് ഒരു പേരുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ താനൊരു വീരപരിവേഷം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അൻവർ ഇന്ന് രാവിലെ തന്നെ സ്പീക്കറുടെ ചേംബറിലെത്തിയത്. ചേംബറിലെത്തുമ്പോൾ പോലും സ്പീക്കർ പറഞ്ഞൊരു കാര്യം, അൻവർ എന്നോട് സമയം ചോദിച്ചിട്ടില്ല, ഞാൻ സാധാരണഗതിയിൽ വരുന്ന സമയത്താണ് അൻവർ വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ രാജി സ്വീകരിക്കും, അദ്ദേഹത്തിന് രാജി കൊടുത്തിട്ടുണ്ട്. രാജി കൊടുക്കാൻ പറഞ്ഞപ്പോൾ CPM എന്തായാലും വെച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ, CPM എന്തായാലും അത് വെച്ചുകൊണ്ടിരിക്കത്തില്ല. അപ്പോൾ CPM എന്തായാലും അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ച് അദ്ദേഹത്തെ രാജി അയോഗ്യനാക്കി മാറ്റും. അതായത് ഈ അയോഗ്യത മുൻകൂട്ടി കണ്ട് അൻവർ ഒരു മുഴ മുമ്പേ എറിഞ്ഞു. അത് അൻവറിന് നിർദ്ദേശം ലഭിച്ചു. ഈ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത് TMC ആണ്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു, എത്രയും പെട്ടെന്ന് നിങ്ങൾ രാജി സമർപ്പിച്ച് അവിടെ ഒരു ഈ വീരപരിവേഷം സൃഷ്ടിച്ചെടുക്കാനാണ് അൻവറിന് നിർദ്ദേശം നൽകിയത്. അത് കഴിഞ്ഞിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞെന്താണെന്നറിയോ, VD സതീശനോട് താൻ പരസ്യമായി മാപ്പ് ചോദിക്കുന്നു. VD സതീശനോട് എന്നോട് നിർദ്ദേശം നൽകിയത് P ശശി, അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയാണ് എന്നോട് നിർദ്ദേശിച്ചത്, താങ്കൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ എന്നോട് നിർദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. ഇത് പോരാഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ് P ശശിക്കും MR അജിത് കുമാറിനുമൊക്കെ എതിരെ ആരോപണം ഉന്നയിക്കാൻ തനിക്ക് നിർദ്ദേശം നൽകിയത്. അൻവർ ഇങ്ങനെ എല്ലാവരെയും എന്താ പറയുക, ഈ മൊത്തത്തിൽ ഇങ്ങനെ വളയം ചെയ്തു വെച്ച് പണി കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലാണ് അൻവർ നിൽക്കുന്നത്. ഞാൻ നേരത്തെയും പറയാറുണ്ട്, അൻവറിന്റെ കയ്യിൽ അങ്ങനെ ഈ പറയുമ്പോൾ അതിനകത്ത് അൻവറിന്റെ പല കാര്യങ്ങളും അൻവർ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അൻവറിനൊരു വിശ്വാസ്യത ഇല്ലാതെ വരത്തില്ലേ അൻവറിന്റെ വാക്കുകൾക്ക്? അൻവർ അതല്ലേ 2 മാസം പൊക്കളഞ്ഞത്. ഈ ആരോപണം ഇപ്പോൾ 5 മാസമായി പ്രശ്നം തുടങ്ങിയിട്ട്. ആദ്യം ഇദ്ദേഹം വന്നത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ് അദ്ദേഹം ആദ്യം ഉന്നയിച്ചത്. MR അജിത് കുമാർ, P ശശി, പിന്നെ ഇങ്ങനെയുള്ള കുറേ പേർക്കെതിരെയാണ് അദ്ദേഹം ആദ്യം ആരോപണം വെച്ചത്. ഇന്നിപ്പോൾ എവിടെ നിൽക്കുന്ന അൻവർ? വന്യജീവി മനുഷ്യ സംഘർഷത്തിലാണ് ഇന്നത്തെ അൻവറിൻ്റെ ഏറ്റവും അവസാനത്തെ നിലപാട്. ഇത് നിലപാടെന്ന് പറയുന്നത് താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നിൽക്കാതെ കറങ്ങി ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ഇദ്ദേഹം തമിഴ്നാട്ടിൽ പോയി സ്റ്റാലിൻ്റെ സഖ്യമുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ DMKയുമായിട്ട് സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ പിണറായി നേരെ സ്റ്റാലിനുമായിട്ട് ബന്ധമുള്ള ആളാണ്. പിണറായി സ്റ്റാലിനും നല്ല ബന്ധമാണ്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന 2 പേരാണ്. പിണറായി അവിടെ വിളിച്ചു, കൊടുക്കരുതെന്ന് പറഞ്ഞു, മെമ്പർഷിപ്പ് കൊടുക്കരുതെന്ന് പറഞ്ഞു. അൻവറിന് അവിടുന്ന് തിരിച്ചു പോകേണ്ടി വന്നു. പിന്നെ SP, BSP, ഇപ്പോൾ ഏറ്റവും അവസാനമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അടുത്ത് അൻവർ വന്ന് നിൽക്കുന്നത്. അതൊക്കെ ഈ രാഷ്ട്രീയപരമായി ഇവിടെ എത്ര ജയിക്കുമെന്ന സംശയമാണ്. നിലമ്പൂരൊന്നും ഇനി അൻവർ നിന്ന് കഴിഞ്ഞാൽ TMCയുടെ ഒന്നും ഭാഗമായിട്ട് ഇന്ന് അൻവർ ജയിക്കത്തില്ല. അത് UDFൻ്റെ എത്രത്തോളം പിന്തുണ കൊടുക്കാൻ പറ്റും, UDFൻ്റെ നേതാക്കൾക്കൊക്കെ എത്രത്തോളം പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. അന്നത്തെ കാര്യമേ ഈ കോൺഗ്രസിനകത്ത് കാലുവാരൽ സ്ഥിരമായി നടക്കുന്ന ഒരു സ്ഥലമാണ് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ നയമെന്ന് പറയുന്നത്. എല്ലാ നേതാക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പണി കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അത് അൻവറിനെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും അദ്ദേഹം എന്തായാലും മത്സര രംഗത്ത് നിന്ന് മാറി. ടോട്ടൽ നാണക്കേടാണ്. ഒരുപക്ഷെ അൻവർ ഇപ്പോൾ കയറി, അൻവറിനും അതറിയാം, അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ. അൻവർ ഇപ്പോൾ മത്സരിച്ചാൽ ഉറപ്പായും കോൺഗ്രസ് കാലുവാരി തോൽപ്പിക്കും. തീർച്ചയായും. കാരണം അപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അൻവറിന് ക്ലെയിം ചെയ്യാൻ പറ്റാതെ വരും. അൻവർ മത്സരിച്ച് അൻവറിനെ തോൽപ്പിക്കും. അൻവറിനെ തോൽപ്പിക്കുക എന്നുള്ളത് പിന്നെ അവരുടെ ഒരു അജണ്ടയായിട്ട് തന്നെ എടുക്കും. ഒന്നാമത്തെ കാര്യം, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ കുറേ നേതാക്കൾ ഈ സീറ്റുകളൊക്കെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആര്യയുടെ ഷൗക്കത്ത് വെറുതെ ഇരിക്കുമോ? ഇല്ലല്ലോ. ഇഷ്ടംപോലെ ലീഗ് നേതാക്കൾക്ക് അൻവറിനോട് വിരോധമുണ്ട്, ലീഗിനാണെങ്കിൽ അവിടെ വോട്ടുമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ അൻവറിന് ഈ സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുമ്പോൾ പോലും ലീഗും ആര്യാടൻ മുഹമ്മദും തമ്മിൽ ഒരിക്കലും സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു ഒരു തലപ്പൊക്കമൊക്കെ വെച്ചിട്ട് അദ്ദേഹം അവിടെ ജയിച്ചുകൊണ്ടിരുന്നതാണ് ആര്യാടൻ മുഹമ്മദ്. അതെ, അദ്ദേഹത്തെ തോൽപ്പിക്കാനാണ് ലീഗ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം അവിടെ ജയിച്ചുകൊണ്ടേയിരുന്നു. അതെ, എത്ര വർഷം ജയിച്ചു? അതെ, 2011 വരെ ജയിച്ചു. 87 മുതൽ ഇത്രയും വർഷം ജയിക്കാൻ സാധിച്ച അത് ഈ അൻവറിനൊന്നും ആ ഒരു പവറില്ല. ലീഗ് കാലുവാരും കോൺഗ്രസ്സുകാരും കൂടെ കാലുവാരും. പിന്നെ CPMന് നല്ല ശത്രുതയുണ്ട്. സ്വാഭാവികമായിട്ടും അൻവർ കൂളായി തോക്കാൻ വേറൊന്നും വേണ്ട. അതിനൊക്കെ നല്ലത് UDFൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുക. ഒരു UDFിലേക്കൊരു
എൻട്രി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിപ്പം TMCയുടെ ഭാഗമായി നിന്നാലും UDFന്റെ അംഗമാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇവരെല്ലാവരും ഇന്ത്യ മുന്നണിയാണല്ലോ. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യമാണല്ലോ. ഇപ്പം മമത ഇദ്ദേഹത്തിനാണ് കൊടുത്തിരിക്കുന്ന ഉറപ്പ്, പിന്നെ ലോക്സഭയിൽ ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പിന്നെ വന്യജീവി മനുഷ്യ സംഘർഷം നടക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് തങ്ങളുടെ MP-മാരെ കൊണ്ട് അവിടെ പറയിക്കാം. അതുവഴി സമ്മർദ്ദം ചെലുത്തി നമുക്കിവിടെ ഒരു പിന്നെ ചട്ടം ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അൻവർ ഏറ്റവും അവസാനം DF ഓഫീസിൽ പോയി കാണിച്ചത് അതാണല്ലോ. അതോടുകൂടി കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് അൻവറിനോട് താല്പര്യമായി തുടങ്ങി കുറേ പേർക്ക്. ഇനിയിപ്പോൾ എന്തായാലും അൻവർ ഇങ്ങനെ സ്ഥിരതയില്ലാതെ ഇങ്ങനെ ചാടി പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ഈ പോക്കിന് അദ്ദേഹത്തിന് രാഷ്ട്രീയം താല്പര്യമില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് ഏതെങ്കിലും ഒരു സംരക്ഷണ കേന്ദ്രം വേണമെന്നല്ല ഉള്ളൂ. ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ സംരക്ഷണം വേണം. കാരണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് CPM. CPMൻ്റെ നേതാക്കളെയാണ് അൻവർ പരസ്യമായി വെല്ലുവിളിച്ചത്, ഇന്നും വെല്ലുവിളിച്ചു. അപ്പോൾ ഒരു രാഷ്ട്രീയ സംരക്ഷണം അൻവറിന് ഉണ്ടായേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ CPM പൊളിക്കും. CPM പൊളിച്ച് നശിപ്പിച്ചു വിട്ടളായി. അല്ലേ അൻവർ CPM-നോടൊപ്പം നിന്നപ്പോഴൊക്കെ അദ്ദേഹത്തെ വിവാദങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിക്കുകയും പാർക്ക് പൊളിക്കാൻ 2016 കളക്ടർ ഉത്തരവിട്ടതാണ്. പാർക്ക് പൊളിക്കാൻ. എന്നിട്ട് ഇപ്പം നടന്നോ? ഉത്തരവ് നടന്നില്ലല്ലോ, നടപ്പാക്കിയില്ല. പിണറായി വിജയൻ്റെ ഒരു വളരെ അടുത്ത ബന്ധം ഈ PV അൻവർ പുലർത്തി. പക്ഷേ അൻവറിൻ്റെ സ്വഭാവം വെച്ച് അൻവർ ഇങ്ങനെ സ്ഥിരമായി എവിടെയും ഒരാളുമായും സൗഹൃദത്തിൽ അൻവർ നിൽക്കില്ല. അൻവർ ഇങ്ങനെ മാറി പൊക്കൊണ്ടേയിരിക്കും. അത് കോൺഗ്രസിനും അറിയാവുന്നത് കൊണ്ടാണ് അൻവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അൻവർ വെയിറ്റ് ചെയ്യട്ടെ എന്നൊരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇനി അൻവർ പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിലവിലെ MLA പുതിയ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാമെന്ന് പറയുന്നത് കോൺഗ്രസിനൊരു വലിയ ആയുധമാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആ പിന്തുണ സ്വീകരിക്കും. മാത്രമല്ല കോൺഗ്രസ്സിന് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി ജയിക്കാമെങ്കിൽ CPM-ൻ്റെ മുന്നിൽ വലിയ ആധിപത്യം കാണിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്തായാലും അൻവർ സ്ഥിരമായി ഇങ്ങനെ നിൽക്കത്തില്ല. അദ്ദേഹം ഇങ്ങനെ ചാടിപ്പോക്കൊണ്ടേയിരിക്കും. അവസാനം അത് ഒരു രാഷ്ട്രീയ വനവാസത്തിൽ ചെന്ന് എത്തി നിൽക്കുകയും ചെയ്യും.